ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുമ്പ് സ്ഥാപനങ്ങളിലേക്ക് വിദേശ വിദ്യാർത്ഥികളോട് തിരിച്ചെത്താൻ ആവശ്യപ്പെട്ട് യുഎസ് കോളേജും സർവകലാശാലകളും ശൈത്യകാല അവധി അവസാനിക്കും മുമ്പേ ക്യാമ്പസിലെത്താൻ ആവശ്യപ്പെട്ടതായി CNN റിപ്പോർട്ട് ചെയ്തു. ജനുവരി 20-നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ചില രാജ്യങ്ങളിലുള്ളവർക്ക് യാത്രാ വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് പോലെ ഇക്കുറിയും ഉണ്ടായേക്കുമെന്ന ആശങ്ക വ്യാപകമായിട്ടുണ്ട്. ഇക്കാര്യം കോളേജ് അധികൃതരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023-24 അധ്യയന വർഷത്തിൽ 1.1 ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളാണ് യുഎസ് കോളേജുകളിലും സർവകലാശാലകളിലും ചേർന്നിട്ടുള്ളത്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, കോർണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ തുടങ്ങിയ പ്രമുഖ സർവകലാശാലകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം 2017-ൽ ട്രംപ് ആദ്യമായി അധികാരമേറ്റപ്പോൾ 7 മുസ്ലിം രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. യുഎസ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. രണ്ടാമത് ചൈനയും മൂന്നാമത് ദക്ഷിണ കൊറിയയും.